കടനാട് പഞ്ചായത്തിലെ 14-ാം വാർഡ് മെമ്പറായ റീത്താമ്മ ജോർജ് ഇന്ന് ഏകാംഗ ധർണ നടത്തുകയാണ്. ഈ വൈകിയ വേളയിൽ ഇപ്പോൾ സമയം 3 കഴിഞ്ഞിരിക്കുന്നു. ഈ വൈകിയ വേളയിൽ ഏകാംഗ ധർണ നടത്തുകയാണ്. ഈ ഏകാംഗ ധർണ ഈ കടനാട് പഞ്ചായത്തിൽ ഒറ്റയ്ക്കിരുന്ന ഒരു വനിത ഇവിടെ ഏകാംഗ ധർണ നടത്തുമ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് നമുക്ക് റീത്താമ്മ മെമ്പറോട് തന്നെ ചോദിക്കാം. എന്താണ് ഈ ഏകാംഗ ധർണയുടെ കാര്യങ്ങൾ? കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു MCF കൊണ്ടുവന്ന് എൻ്റെ വാർഡിൽ കൊണ്ടുവന്ന് വെച്ചായിരുന്നു. അപ്പോൾ വാർഡ് മെമ്പറോട് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇതിന്ന് ഇവിടെ വെക്കാൻ ലൊക്കേഷൻ എടുത്തു പോയത് ഇവിടെ മെമ്പർ വെക്കാൻ. അതിന് കുഴപ്പമില്ല സാറേ, അപ്പോൾ അവിടെ നിരപ്പായിട്ടുള്ള സ്ഥലത്ത് വെക്കാൻ പറ്റിയല്ല മെമ്പറെ എന്ന് പറഞ്ഞു. അപ്പോൾ സ്ഥലമില്ല, അപ്പോൾ നമുക്ക് വേറെ സ്ഥലത്ത് വെക്കാൻ പഞ്ചായത്തിൻ്റെ സ്ഥലം കിടപ്പുണ്ട്, നമുക്ക് അവിടെ വെക്കാം എന്ന് പറഞ്ഞു. മെമ്പർ പൊക്കം ഞാനൊരു 2:30 ആകുമ്പോഴത്തേനും വിളിക്കാം, മെമ്പറിനെ വിളിക്കാം, അന്നേരം മെമ്പർ വന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ ശരി സാറേ ഞാൻ പോവാന്ന് പറഞ്ഞ് ഞാൻ പോയി. വീട്ടിൽ ചെന്നില്ല, അതിന് മുമ്പേ MCF കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് പോയി. ഞാൻ 5 മണി വരെ നോക്കിയിരുന്നു, സാറ് വിളിക്കുന്നോർത്തുണ്ട്. ഞാൻ അറിയാതെ കൊണ്ടുവച്ചു. രാത്രിയിലെ സ്ഥലത്തിൻ്റെ ഉടമ, അതായത് പഞ്ചായത്തിൻ്റെ റോഡ് തന്നെയാണ്, ആ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മെമ്പറെ ആരോട് വെച്ചിട്ടാ MCF കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവച്ചേക്കണേ, ഞാൻ കാണിച്ചു തരാം, അതിന് പണി ഞാൻ തരാം എന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചേട്ടാ സംഭവം ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഫോൺ കട്ടാക്കി. പിറ്റേ ദിവസം മനോരമ പത്രത്തിൽ വലിയ വാർത്ത, പഞ്ചായത്ത് അംഗം ഭീഷണിപ്പെടുത്തി, പഞ്ചായത്ത് പ്രസിഡന്റ് ജിജിത്തിൻ്റെ അതെടുത്ത് മാറ്റി തന്നേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാനിതൊന്നും അറിഞ്ഞില്ല. അപ്പോൾ രാത്രി തന്നെ ഞാൻ ANM വിളിച്ചു പറഞ്ഞു, കൊണ്ടുവച്ച കോൺട്രാക്ടറിനോട് ഞാൻ പറഞ്ഞു 10 മണിക്ക് മുമ്പ് ഈ സാധനം ഇവിടെ എടുത്ത് മാറ്റണം, എനിക്ക് വഴക്കുണ്ടാക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരും പറഞ്ഞു മെമ്പർ അത് പെട്ടെന്ന് മാറ്റത്തില്ല, അതിന് വെയിറ്റുള്ള സാധനമാണ്. ഞാൻ പറഞ്ഞു എനിക്ക് വഴക്കുണ്ടാക്കാനൊന്നും പോകാൻ പറ്റില്ല, സാധനം എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു. ഏതായാലും ഇത് അവിടെ വെച്ചതല്ലേ, 2 ദിവസം അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എടുത്തിട്ട് അത് വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ചു, ഇവിടെ വേണ്ടാന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഇന്ന് രാവിലെ വരെ ആ സാധനം അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ നോക്കിയപ്പോൾ അത് കാണാനില്ല. ഇത് എടുത്തു മാറ്റിയപ്പോൾ എന്നോടൊന്ന് പറയണ്ടേ, രാത്രികാലത്താണ് എടുത്തു മാറ്റിയത്. എനിക്കറിയത്തില്ല ഇത് എപ്പോഴാണെന്നൊന്നും ഞാൻ ചോദിക്കില്ല. ഇത് വഴി കണ്ടില്ലാത്തപ്പോൾ എന്നെ കുറേ പേര് വിളിച്ചു, മെമ്പറെ ഇവിടെ ഇരുന്ന ഇത് കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ അവിടെ പോയി നിർത്തി, ഞാൻ വണ്ടി എടുത്തുകൊണ്ട് അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഈ സംഭവം അവിടെ ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ അനീഷ് സാറിനെ വിളിച്ചു ചോദിച്ചോ പറഞ്ഞു, മെമ്പർ അന്ന് പറഞ്ഞല്ലായിരുന്നോ, മാറ്റിക്കോളാൻ പറഞ്ഞല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ അസിസ്റ്റന്റ് സെക്രട്ടറിയോടും പറഞ്ഞു, സാറേ അത് മാറ്റണേ യാതൊരു കുഴപ്പമില്ല, പക്ഷേ അത് ഞാൻ അറിയാതെ പോകരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഇന്നൊരു സുപ്രഭാതത്തിൽ അതെടുത്ത് മാറ്റി. എനിക്കപ്പോൾ മാറ്റി എന്നാ വെച്ചാൽ ഞാനിപ്പോൾ സെക്രട്ടറിയോടും ചോദിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം കമ്മിറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു, സെക്രട്ടറി എനിക്ക് മാറ്റണേ കുഴപ്പമൊന്നുമില്ല, അത് വേണമെങ്കിൽ മാറ്റി കഴിഞ്ഞ് കുഴപ്പമില്ല, പക്ഷേ എന്നെ ചീത്തപ്പേര് കേൾപ്പിച്ചാണെങ്കിൽ എനിക്ക് അതിന് ഒരു മറുപടി കിട്ടിയിട്ട് മാറ്റാമെന്ന് പറഞ്ഞു. എനിക്കതിന് വേറെ ഒരു പരാതിയില്ല, എനിക്ക് അത് വെക്കണമെന്ന് ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ആരും അറിയാണ്ട് ഇപ്പോൾ കോൺട്രാക്ടർ വിളിച്ചപ്പോൾ പറഞ്ഞു പ്രസിഡന്റ് പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന്. അനീഷ് സാറും പറഞ്ഞു പ്രസിഡന്റ് പറഞ്ഞിട്ടാണ്. അപ്പം എന്നെ ആരും ജയിപ്പിച്ചു വിട്ടാൽ പുള്ളിക്ക് എന്നോടുള്ള വിരോധം തീർക്കാൻ വേണ്ടി ഞാൻ എന്നത് പുള്ളി തന്നെ ചെയ്തേനാ. പുള്ളി ഞാൻ പാർട്ടിയിൽ നിന്ന് ജയിച്ചപ്പോൾ തൊട്ട് എന്നെ പുള്ളി ചെയ്യാവുന്നതിനെ ഉപദ്രവിക്കാവുന്നതിൻ്റെ മാക്സിമം എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. ഞാൻ ആ പറമ്പിൽ കിടന്നുറങ്ങുന്ന ആളല്ല. ഞാൻ 25 വർഷം ഞാൻ ഈ പുള്ളിക്കാരിക്ക് വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട ആളാണ്. ഞാനാ ഇന്ന് പുള്ളിക്കാരി ജനത്തെ കാണിച്ചു കൊടുത്തത്. അങ്ങനെ ഈ പുള്ളിക്കാരി കയറി വന്നത്. ഒരു രൂപ ഒരു നാരങ്ങവെള്ളം പുള്ളി എനിക്ക് തന്നിട്ടില്ല. 25 വർഷം എൻ്റെ നല്ല സമയം മൊത്തം ഞാൻ ഈ പുള്ളിക്കാരിക്ക് വേണ്ടി ചിലവഴിച്ചു. അല്ലെങ്കിൽ പുള്ളിക്കാരി പറയണം ഞാൻ ഈ 25 വർഷം എന്തെങ്കിലും ഒരു ദ്രോഹം പുള്ളിക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളി എൻ്റെ കൂടെ നിന്ന് എന്നെ ജയിപ്പിച്ച് അല്ലെങ്കിൽ എന്നെ സ്ഥാനത്തിട്ട് ഇന്നുവരെ പുള്ളി ഒരു ഇലക്ഷൻ വന്നപ്പോൾ എന്നോട് ചോദിച്ചിട്ടില്ല നിങ്ങൾ ഇലക്ഷൻ നിൽക്കണ്ടോ, ഒരു പാർട്ടി പ്രവർത്തിക്കാനല്ല, അത് ചെയ്തിട്ടില്ല. എനിക്ക് ഉപദ്രവമല്ലാണ്ട് ഈ 5 കൊല്ലം കൊണ്ട് പുള്ളി ഇവരുടെ കുടുംബം അടക്കം എന്നെ ഉപദ്രവിച്ചിട്ടുള്ളൂ. എല്ലാവരും ഓരോന്ന് ചാനലിക്കിടെ വാർത്ത വിട്ടു. അത് ഞാൻ എന്തോ ഒരു കുറ്റം റോഡിൻ്റെ പറഞ്ഞതിന് പുള്ളിക്കാരി എനിക്ക് വക്കീൽ നോട്ടീസ് ഇട്ടു. നിങ്ങൾക്കറിയാം, വക്കീൽ നോട്ടീസ് ഇട്ട് ഞാൻ വക്കീലിനെ പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ എന്നെ നിസ്സാരമാക്കുള്ളൂ. അതുപോലെ ഇവിടെ പഞ്ചായത്ത് കമ്മിറ്റി പലരും പുള്ളി പച്ച തെറി വിളിക്കുന്നുണ്ട്. അതിനൊന്നും പുള്ളിക്ക് പരാതിയില്ല. പുള്ളിക്ക് ഞാൻ മാത്രം എൻ്റെ പേര് മാത്രം പുള്ളിക്ക് കേൾക്കാൻ പാടില്ല. എന്നെ ജനം ജയിപ്പിച്ചു വിട്ടല്ലേ എന്നിട്ട് ഞാനിവിടെ മിറ്റത്ത് കിടക്കണോ? അപ്പോൾ ഈ സാധനം എടുത്ത് മാറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞ പുള്ളിക്കാർക്ക് ഒരു വാക്ക് ചോദിക്കാം, ഞാൻ ഈ സാധനം എടുത്ത് മാറ്റിക്കോട്ടെ, അതിനടുത്ത് മാറ്റുവാട്ടോ, ഒരു വാക്ക് പറയാവോ? അത് പറയാതെ കൊണ്ട് തോന്നിയ ദിവസം ഞാനിപ്പോൾ സാധനം തപ്പി കിടക്കുക. അങ്ങനെ മാനത്തൂർ കൊണ്ടുവന്ന് വെച്ചേക്കാം. അത് ഒരു വാർഡ് ജനം ജയിപ്പിച്ചിട്ടല്ല, ഞാൻ ഒളിച്ചു പോകുന്നതല്ല ഇങ്ങോട്ട്. ഒരു ജോസഫ് ഗ്രൂപ്പ് മെമ്പറായ താങ്കളോട് മാണി ഗ്രൂപ്പ് മെമ്പറായ ജിജി തമ്പിക്കുള്ള വ്യക്തിവൈരാഗ്യമാണോ ഇതിൻ്റെ പുറകിലുള്ളത്? അതെ, ഇതിൻ്റെ വ്യക്തിവൈരാഗ്യം തന്നെ തീർക്കണം. ഇത് പുള്ളിക്കാരി എന്നിട്ട് പല മെമ്പർമാരോടും പറഞ്ഞു ഞാൻ എവിടെ നിന്നാലും തോപ്പിക്കും, ഞാൻ അതിനു വേണ്ടി എന്തും ചെയ്യും, എത്ര ലക്ഷങ്ങൾ വേണമെങ്കിൽ മുടക്കും, എന്തെല്ലാം അപരാധി പുള്ളിക്കാർ പറയേണ്ടതെന്ന് പറഞ്ഞു. എന്ത് ദ്രോഹം ഞാൻ ചെയ്തു. പാർട്ടി പിളർന്നപ്പം ജോസഫ് ഗ്രൂപ്പിൽ റീത്താമ്മ ജോർജ് നിന്നു,
മാണി ഗ്രൂപ്പിൽ ജിജി തമ്പി നിന്നു. അതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. പുള്ളി CPM വിളിച്ചു, ഞാൻ പോയില്ല. ഞാൻ എൻ്റെ നിലയ്ക്ക് നിന്നു. ഞാൻ പോരില്ല എന്ന് പറഞ്ഞു. എനിക്ക് സ്ഥാനമാനം ഒന്നും കിട്ടിയില്ല. പക്ഷെ ഞാൻ ഈ പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ട് 25 വർഷം ചെലവഴിച്ച കാര്യം ഓർക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, ഇന്ന് എൻ്റെ നല്ല സമയം മുഴുവൻ ഞാൻ ഈ പുള്ളിക്കാരിക്ക് വേണ്ടി ഞാനാ ജനത്തെ മനസ്സിലാക്കി കൊടുത്തത്. ആ പുള്ളിക്കാരി ഇന്ന് എനിക്ക് എൻ്റെ ശങ്ക ചവിടുന്നത് അല്പം വേദനയോട് കൂടി തന്നെ ഞാനിത് പറയണത്. അറിയാവോ, ഞാനല്ല ഈ പറയണം പുള്ളി എന്തെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ട്. ഈ ഏകാംഗ ധർണ്ണ നടത്തിയിട്ട് ആരെയും അനുകൂലമായിട്ട് സംസാരിക്കാനോ ഒത്തുതീർപ്പിനോ വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആരും സപ്പോർട്ട് വിളിച്ചിട്ടില്ല. ഞാൻ ആരും സപ്പോർട്ട് പറഞ്ഞില്ല. ഞാൻ ആരെയും കുറ്റം പറഞ്ഞില്ല. എനിക്കറിയാം അനുകൂലമായൊരു പ്രതികരണം വന്നിട്ടില്ലല്ലേ? ഇല്ല, സെക്രട്ടറിയോ അല്ലെങ്കിൽ ഇതിനകത്ത് വേറെ ആരും നിരപരാധികളാണെന്ന് എനിക്ക് 100% അറിയാം. ഇതിനകത്ത് ഒറ്റ വ്യക്തിയാണ് കൃത്യമായിട്ട് അറിയാം. ഞാൻ പഞ്ചായത്തിനെയും ഞാൻ തെറ്റു പറഞ്ഞില്ല, മെമ്പർമാരെ ആരെയും ഞാൻ ഒരു പാർട്ടിനെ ഞാൻ കുറ്റം പറയില്ല. ഇതിനകത്ത് ഈ പുള്ളിക്കാരുടെ വ്യക്തിപരമായിട്ടും തീർക്കാനാണ് ഇത്. പുള്ളിക്കാരേക്കാൾ 1 ഇഞ്ച് പോലും എൻ്റെ പേര് പുറത്തു വരാൻ വേണ്ട, അല്ലെങ്കിൽ എന്നെ എങ്ങനെയെങ്കിലും അവമാനിക്കാൻ വേണ്ടിയിട്ട്, എന്നെ സത്യത്തിൽ എനിക്ക് പേടിയുണ്ട് ഇപ്പം പുറത്തിറങ്ങി നടക്കാൻ വേണ്ടിയിട്ട്. എന്നെ ഏതെങ്കിലും കൊട്ടേഷൻ കൊടുത്ത് പുള്ളി തീർക്കുമെന്നറിയാം. ആക്രമിക്കുക എന്നുള്ളത് എന്നോട് പല നാട്ടുകാരും പറഞ്ഞു, പുള്ളിക്കാരി ആക്രമിക്കും. പുള്ളി അത്രയും ചതുവാണ് എന്നെ ചതിക്കണം. പുള്ളി എല്ലായിടത്തും ചതിക്കും. അതുപോലെ ഇപ്പോൾ തന്നെ പല റോഡുകളും ഞാൻ MLA എനിക്ക് തന്നിട്ടുണ്ട്, പഞ്ചായത്തിലുമുണ്ട്. പുള്ളി അതെല്ലാം പറഞ്ഞു കൊടുക്കുക. എന്നെക്കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കില്ല. എല്ലാ മെമ്പർമാർക്കും എല്ലാവർക്കും പുള്ളി ഫണ്ട് കൊടുക്കുമ്പോഴല്ലോ എനിക്ക് മാത്രം ഏറ്റവും കുറച്ച് ഫണ്ട് തരും. പുള്ളി ഒന്നും എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുകയല്ല. എന്നിട്ട് പുള്ളി മറ്റുള്ളവരെ പുള്ളി വലിയ വർത്താനവും പറയും. പുള്ളി സത്യം പറഞ്ഞ് എന്നെ ചതിക്കുക, എന്നെ ഇൻസിഡൻ്റായിട്ട് കൊല്ലുകയാണ്. ഞാൻ ഒത്തിരി മെമ്പർമാരായിട്ട് എനിക്ക് ഇത്രയും പ്രായം, ഇത്രയും മനുഷ്യരുമായിട്ടാണ് ഇത്രയും ദുഷ്ട സ്ത്രീയെ പച്ചയ്ക്ക് ഞാൻ പറയാം, ഇത്രയും ദുഷ്ട മനസ്സുള്ളൊരു സ്ത്രീയെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും ഒന്നിച്ചു കൊണ്ടുപോകണം. അതാണ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കടമ. അല്ലാതെ വ്യക്തിപരമായും തീർത്തല്ല ചെയ്യേണ്ടത്. പുള്ളി പറയുമ്പോൾ പുള്ളിയുടെ ഭാഗം എല്ലാം ക്ലിയർ, എല്ലാവരും ചിരിച്ച് കാണിച്ചു. സത്യം പറഞ്ഞ് ചിരിച്ച് കാണിച്ച് കഴുത്തിറക്കാന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ളൂ. അത്രയും വിഷമം ഉണ്ടായിട്ടാണ് ഞാനിപ്പോൾ വന്നത്. അല്ലെങ്കിൽ എന്നോടൊന്ന് പറയാൻ പറ്റില്ല. ഞാൻ നാട്ടുകാരും എന്നെ 9 പേര് വിളിച്ചു. ഇവിടെ ഇരുന്ന് MCF എന്തെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്നാ സമാധാനം പറഞ്ഞു. അന്വേഷിച്ച് അവർക്കായിരുന്നു ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് എടുത്തോണ്ട് പോയെന്ന്. സാമാന്യ മര്യാദ അനുസരിച്ച് എന്നോടൊന്ന് പറഞ്ഞാൽ മതി. ഇത് സാധനം എടുത്തോണ്ട് പോകും കേട്ടോ. ആർക്കെങ്കിലും പറയാറുണ്ട്, ആരെങ്കിലും പറയട്ടെ. തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർ എന്ന നിലയിൽ അതിനുള്ള അധികാരം ഉണ്ടല്ലോ. ഉണ്ട്, എനിക്കതിനുള്ള അധികാരമുണ്ട്. എനിക്കതിനുള്ള പവറുണ്ട്. അതിൻ്റെ പേരിലാണ് ഞാൻ ചോദിച്ചു. അപ്പോൾ പ്രസിഡന്റ് ഞാൻ ചോദിച്ചു, ഒറ്റ ചോദിച്ചു, ആരെങ്കിലും ഒരാളെ തല്ലിക്കൊന്നുകൊണ്ടൊന്ന് എൻ്റെ വാർഡ് കൊണ്ടുവന്നിട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടാന്ന് തോന്നുന്നു ഞാൻ വേണ്ടേ തോന്നാൻ വേണ്ടിയിട്ട് അതിൻ്റെ പറയാൻ നടക്കണ്ടേ? എന്തുകൊണ്ട് ഇവർ ഈ ഉദ്യോഗസ്ഥർ അത് ചിന്തിച്ചില്ല? ജസ്റ്റ് എന്നോടൊന്ന് പറഞ്ഞാൽ മതി, മെമ്പറെ ഈ സാധനം ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകട്ടോ. ഞാൻ ഒന്നും പറയുകയല്ല, ഒന്നും ചെയ്യുകയല്ല. അത് എന്തുകൊണ്ട് ചെയ്തില്ല? എനിക്ക് അതിന് ഉത്തരം മാത്രം കിട്ടിയാൽ മതി. കടനാട് പഞ്ചായത്തിലെ 14-ാം വാർഡ് മെമ്പറായ റീത്താമ്മ ജോർജ് ഇന്ന് ഏകാംഗ സമരം നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രേക്ഷകരോട് പങ്കുവച്ചു കഴിഞ്ഞു. ഇതിൻ്റെ പരിണിതിയിലേക്ക് നമുക്ക് ശുഭപര്യവസാനം നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കോട്ടയം മീഡിയയ്ക്ക് വേണ്ടി തങ്കച്ചൻ പാല. കടനാട് പഞ്ചായത്തിൽ ഇന്ന് 14-ാം വാർഡ് മെമ്പർ റീത്താമ്മ ജോർജ് ഒരു ഏകാംഗ ധർണ്ണ നടത്തിയിരിക്കുകയാണ്. അവരുടെ ഭാഷ്യങ്ങൾ നമ്മൾ കോട്ടയം മീഡിയയോട് പറഞ്ഞു കഴിഞ്ഞു. കടനാട് പഞ്ചായത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ജിജി തമ്പി നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് ഈ ഏകാംഗ ധർണ്ണ? പ്രതിപക്ഷത്തിലെ ഈ മെമ്പർ ഇവിടെ ഇപ്പോൾ ഒരു കസേരയിൽ കുത്തിയിരിക്കുന്നുണ്ട്. അവരുടെ ഭാഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് അതിൻ്റെ കാര്യങ്ങളൊന്ന് വിശദമാക്കാമോ? എനിക്ക് പറയാനുള്ളത്, ഇനി ഇലക്ഷൻ്റെ ഒരു സമയമാണ് വരുന്നത്. അപ്പം ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ചിലപ്പം മെമ്പർക്ക് ഇലക്ഷന് നിൽക്കണമെന്നൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പഞ്ചായത്തിനെതിരായിട്ട് സംസാരിച്ചാൽ ഇച്ചിലൂടെ അതൊരു എന്നാ പറയുന്നത്, അതൊരു പുരുഷ വാർഡാണ്. അപ്പോൾ ആ വാർഡിൽ തന്നെ മത്സരിക്കാമെന്ന് വല്ല പ്രതീക്ഷയും കാണും. അങ്ങനെ ആയിരിക്കാം അത് എന്ന് ഞാൻ കരുതുന്നത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ പഞ്ചായത്തിൻ്റെ ഒരു MCF മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പം പഞ്ചായത്തിൽ വന്നിരിക്കുന്നത്. ആ MCF കൊണ്ടുപോയി വെച്ചത് തന്നെ മാനത്തൂർ പാട്ടത്തിപ്പറമ്പ് റോഡിന് വീതിയില്ലാത്ത ഒരു സ്ഥലത്താണ് MCF കൊണ്ടുപോയി വെച്ചേക്കുന്നത്. അപ്പോൾ അത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് കയറിയായിട്ടാണ് ആ MCF ഇരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ആ സ്വകാര്യ വ്യക്തി പരാതി ഇതിപ്പം കണ്ടു കാണും. മനോരമയെ പോലും അത് വാർത്തയുണ്ട്. പല പ്രസിഡന്റുമാരും എന്നോട് വിളിച്ച് ചോദിക്കുകയും ചെയ്തതാണ് എന്തുകൊണ്ടാണ് MCF കൊണ്ടുപോയി അങ്ങനെ വെച്ചത് എന്ന് മറ്റ് പ്രസിഡന്റുമാരും ചോദിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പ്രസിഡന്റുമാർ ചോദിച്ചത് തന്നെയല്ല, ആ വ്യക്തി നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പരാതി തന്നിട്ടുണ്ടായിരുന്നു. വാർത്ത മനോരമയിലും വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അത് ബുദ്ധിമുട്ടാണെങ്കിൽ അത് മാറ്റിക്കൊടുക്കാം എന്ന് സൂചിപ്പിക്കുകയും ഉണ്ടായി. അപ്പോൾ അങ്ങനെ വന്ന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആ പരാതി വായിക്കുകയും നമ്മൾ ആ MCF എടുത്ത് മാറ്റാൻ ഉള്ള ഒരു നടപടിയിലേക്ക് പോവുകയും ചെയ്തു.
അപ്പോൾ അത് തൊഴിലുറപ്പിൻ്റെ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അത് മെമ്പറോട് പറഞ്ഞതാണ്. മെമ്പർ അതെടുത്ത് മാറ്റാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതെടുത്ത് മാറ്റിയത്. അങ്ങനെയാണ് എന്നോട് സൂചിപ്പിച്ചത്. എന്നെ വെച്ച കാര്യവും എടുത്തു മാറ്റിയ കാര്യം 14 വാർഡ് മെമ്പറായ റീത്താമ്മ ജോർജ് അറിഞ്ഞിട്ടില്ല എന്നാണ് അങ്ങനെയല്ല. അതിനകത്ത് ഈ MCF കൊണ്ടുപോയി വെക്കുമ്പോൾ അത് ആ ഹരിതകർമ്മ സേനയിലെ അംഗങ്ങൾക്ക് അവർക്ക് പ്ലാസ്റ്റിക് കൊണ്ടുവരാൻ സൗകര്യപ്രദമായ രീതിയിൽ അവരൊരു സ്ഥലം പറയുമ്പം നമ്മൾ അവിടെയാണ് കൊണ്ടുപോയി വെക്കുന്നത്. അത് ഇപ്പം കൊണ്ടുപോയി വെച്ചത് ഹരിതകർമ്മ സേനാംഗങ്ങൾ തൊഴിലുറപ്പിൻ്റെ AEയോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം കൊണ്ടുപോയി 14 വാർഡിൽ തന്നെ കൊണ്ടുപോയി വെച്ചേക്കുന്നത്. നിസ്സാരമായ ഒരു കാര്യം, ഒരു MCF ഒരു സ്ഥലത്തുനിന്ന് മാറ്റുന്ന നിസ്സാരമായ ഒരു കാര്യം ഇതുപോലെ രാഷ്ട്രീയവൽക്കരിച്ച് അതിനകത്ത് നോക്കി ഞാൻ ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ UDFൻ്റെ ഏതെങ്കിലും ഒരു മെമ്പർമാർ ഇവിടെ വന്ന് നിൽപ്പുണ്ടോ? ചെയ്തത് തെറ്റാണെങ്കിൽ അവരും ആ കൂടെ തന്നെ വന്ന് നിൽക്കേണ്ടതല്ലേ? ആരെങ്കിലും വന്ന് നിൽപ്പുണ്ടോ? അത് ചെയ്യരുതെന്നാണ് അവർ പറഞ്ഞു കൊടുത്തത്. ഇങ്ങനെ ഒരു കാണിക്കരുത്, നിസ്സാര ഒരു കാര്യം ഒരു MCF എടുത്ത് മാറ്റി വേറൊരു സ്ഥലത്ത് സൗകര്യപ്രദമായിട്ട് വെച്ച ഒരു സ്ഥലത്ത് അത് ഇങ്ങനെ ചെയ്യരുതെന്നാണ് അവർ പറഞ്ഞു കൊടുത്തത്. പക്ഷേ ഇപ്പം ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഇനി ഇലക്ഷൻ വരുന്ന ഒരു സമയമായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇത് ഇപ്പം തുടങ്ങിയ ഇതല്ല. ഞാൻ പ്രസിഡൻ്റ് ആയപ്പോൾ തുടങ്ങിയ ഒരു ഇതാണ്. ഇങ്ങനെ ഒരു പഞ്ചായത്ത് കമ്മിറ്റിയിലുള്ള പ്രതിഷേധവും കാര്യങ്ങളും ഒക്കെ ഞാൻ പ്രസിഡൻ്റായപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു പ്രതിഷേധമുണ്ട്, ഏത് കാര്യത്തിലും ഒരു പ്രതിഷേധമുണ്ട്. പക്ഷേ ബാക്കിയുള്ള മെമ്പർമാരാരും ഇങ്ങനെ കടനാട് പഞ്ചായത്ത് പ്രസിഡൻ്റായ താങ്കൾ ഈ റീത്താമ്മ ജോർജ് എന്ന് പറയുന്ന മെമ്പറെ കായികമായി ആക്രമിക്കുമോ എന്ന് വരെ പേടിയുണ്ട് എന്ന് അവർ കോട്ടയം മീഡിയയോട് പങ്കുവച്ചാൽ അതെന്തെങ്കിലും സത്യമുണ്ടോ? കായികമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇന്ന് ജനപ്രതിനിധിയായ ആളല്ല. ഞാൻ ജനപ്രതിനിധിയായിട്ട് 20 വർഷമായി. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ മോശമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ജയിച്ചു കയറി വരുന്നതല്ല. ഈ കർണാട് പഞ്ചായത്തിലെ വോട്ടർമാർ വോട്ട് ചെയ്ത് ജയിച്ചു വരുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ പ്രവൃത്തി എന്താണെന്നും എൻ്റെ പ്രവർത്തനം എന്താണെന്നും ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ ഈ 4 തവണയും ജയിച്ചു വന്നത്. അപ്പോൾ അങ്ങനെ ഒരാളെ കായികമായിട്ട് എന്നെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. ഞാൻ ഒരു മനുഷ്യനെ ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല. അത് എനിക്ക് ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാൻ. മനഃപൂർവ്വം ഒരാളെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ ഇവിടെയുള്ള ബാക്കി മെമ്പർമാരോട് ചോദിച്ചാൽ അറിയാം. LDF UDF മെമ്പർമാർ ഞങ്ങൾ ഒന്നിച്ചൊറ്റക്കെട്ടായിട്ട് പോകുന്നു. അപ്പോൾ ഫണ്ടുകൾ വന്നാലും എല്ലാം അത് ഓരോ മെമ്പർമാരെ വിളിച്ച് ചോദിച്ചു. എല്ലാ മെമ്പർമാർക്കും തുല്യമായിട്ടുള്ള രീതിയിൽ എല്ലാവരും ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിച്ചു വന്നാൽ അതിനകത്തുനിന്ന് ഒരാളെ പ്രസിഡൻ്റ് ആക്കുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എല്ലാ മെമ്പർമാരും തുല്യമായിട്ട് ഫണ്ടുകൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. എല്ലാവരും അത് അംഗീകരിച്ച് തന്നെയാണ് പോണത്. ഈ ഏകാംഗധർണ തീർപ്പാക്കുന്നതിന് തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ? എന്നോട് പറഞ്ഞിട്ടല്ല ധർണ ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നം വാർഡിലുണ്ടായി, പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എന്നോട് അത് പറയാം. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, എന്നോട് പറഞ്ഞില്ല എന്ന് സൂചിപ്പിക്കാം. അങ്ങനെ പോലും സൂചിപ്പിക്കാതെ പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് കസേര ഇട്ടിരുന്നാൽ ഞാൻ എന്തു പറഞ്ഞുകൊണ്ടാണ് ചെന്ന് അവസാനിപ്പിക്കാനായിട്ട് ഞാൻ ചെല്ലുന്നത്? അപ്പോൾ ഇതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ, അടുത്ത ഇലക്ഷൻ. വേറൊന്നുമല്ല ഇതിനകത്തെ. ഒരു MCF നിസ്സാര ഒരു കാര്യം, ഒരു MCF ഒരു സ്ഥലത്ത് വെച്ചത് പരാതിയുടെ പ്രകാരം അടുത്ത സ്ഥലത്ത് വെച്ചെന്നും പറഞ്ഞ് ഇതുപോലെ കാണിക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഇല്ല. ഇതിപ്പം വ്യക്തിപരമായിട്ടുള്ള ഒരു അവഹേളനം അത്ര മാത്രമേ ഉള്ളൂ അതിനകത്തുള്ളൂ. ഈ വൈകിയ വേളയിൽ 3 മണി കഴിഞ്ഞ സമയത്ത് കടനാട് പഞ്ചായത്തിൽ ഒരു ഏകാംഗ ധർണ നടന്നിരിക്കുകയാണ്. ആ ഏകാംഗ ധർണ നടത്തിയ 14 വാർഡ് മെമ്പർ റീത്താമ്മ ജോർജിൻ്റെയും ഭാഷ്യം നമ്മൾ കേട്ടു. അതോടൊപ്പം തന്നെ കടനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജിജി തമ്പിയുടെയും വാദങ്ങൾ നമ്മൾ കേട്ടിരിക്കുകയാണ്. ഇനി ഇത് കേൾക്കുന്ന ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ എന്താണ് ഇതിൻ്റെ പുറകിലുള്ള സത്യമെന്ന്. തങ്കച്ചൻ പാല, കടനാട് നിന്നും തങ്കച്ചൻ പാല.